ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ്. എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അതിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ സെയിൽ എഗ്രിമെൻറ്റിൽ ആക്ച്വൽ വാല്യൂവിനേക്കാളും കുറച്ച് കാണിച്ച് ബ്ലാക്ക് മണി ഇക്കോസിസ്റ്റത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. പക്ഷേ എനിക്കതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണമെന്നുണ്ട്. അതിൽ എനിക്ക് എസ് ബി ഐന്ന് ലോൺ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രൊസീജിയേഴ്സിലാണ് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് പറഞ്ഞത്. ഐ മീൻ നമ്മൾ ആധാരത്തിൽ കാണിക്കുന്നതിൻ്റെ 90% നമുക്ക് എസ് ബി ഐ തരുന്നതുകൊണ്ട് നമുക്ക് വാല്യുവേഷൻ്റെ 75% വെച്ചിട്ട് നമുക്ക് ആ ഒരു 90% ടാലിയാക്കുന്ന രീതിയിൽ നമ്മൾ ആധാരത്തിൽ കാണിച്ചാൽ മതി, ആധാരം ചാർജ് കുറവ് വരാൻ വേണ്ടിയിട്ടെന്നുള്ളത്. സോ അതിൽ ഞാൻ ഉദ്ദേശിച്ചത് സാധാരണക്കാർ ഓർ നോർമലി നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു 3 ലക്ഷത്തിൻ്റെ സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 ലക്ഷമായിരിക്കും ആധാരത്തിൽ കാണിക്കുന്നത്. സോ എനിക്ക് ലോൺ കിട്ടിയിട്ടുള്ളത് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണ്. അവിടെ ലോൺ തരുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് വേറെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആധാരത്തിൽ എത്രയാണോ കാണിക്കുന്നത് ഓർ ഒറിജിനൽ എത്രയാണ് അതിൻ്റെ 80% ആണ് എനിക്ക് ലോൺ തരുള്ളൂ. എനിക്ക് മാക്സിമം ലോൺ എമൗണ്ട് വേണമായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എക്സ്ട്രാ എടുക്കാനായിട്ട് എന്താ പറയുക, മാക്സിമം എമൗണ്ട് എടുക്കാനായിട്ട് ഇല്ല. എനിക്കറിയാം ഈ ആധാര ചെലവും അല്ലാതെ അതർ ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനൊക്കെ ആയിട്ട് എക്സ്ട്രാ മണി ആവുമെന്ന് എനിക്കറിയാം. ഞാനപ്പോൾ എനിക്ക് അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു എമൗണ്ട് അറേഞ്ച് ചെയ്തത്. സോ ഞാൻ പറയാൻ വന്നത്, ഞാൻ എൻ്റെ ആധാരത്തിൽ ഒറിജിനൽ വാല്യൂ ആണ് കാണിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് ഓഫ് ബറോഡ ലോൺ എടുക്കുമ്പോൾ എനിക്ക് 80% ആണ് എനിക്ക് കിട്ടുക. സോ ആധാരത്തിലുള്ളതിൻ്റെ 80% ആണ് എനിക്ക് ലോൺ കിട്ടുന്നത്. സോ ഞാനിപ്പോൾ അതിനകത്ത് കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഈ 80% അതിൻ്റെ എന്നുള്ളത് വളരെ കുറവ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് മാക്സിമം ലോൺ വേണം എന്നതുകൊണ്ടാണ് ഞാൻ എസ് ബി ഐന്ന് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ലോണിന് ട്രൈ ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എസ് ബി ഐയിൽ നിന്ന് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ക്ലാരിറ്റി വരുത്താനുള്ളത്, ഞാൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് ലൈക്ക് നമുക്ക് ആധാർ 90% കാണിച്ചാൽ മതി എന്ന് പറഞ്ഞത്, അതായത് ലോൺ എമൗണ്ടിൻ്റെ കിട്ടാനുള്ള ഫെയർ വാല്യൂ ഇട്ടതിൻ്റെ 75% എന്നുള്ളത് 90% ആക്കി കാണിച്ചാൽ മതി എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ഇത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് ക്ലിയർ ആക്കുകയാണ്. ഞാൻ എൻ്റെ ആധാരത്തിൽ എനിക്ക് മാക്സിമം എമൗണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഫുൾ എമൗണ്ട് കാണിച്ചു. കാരണം ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് എനിക്ക് 80% ആണ് ലോൺ കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10 ലക്ഷത്തിൻ്റെ സ്ഥലമാണ് വാങ്ങുന്നതിൽ എനിക്ക് 8 ലക്ഷം ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് കിട്ടി. സോ ഞാൻ ആധാരത്തിൽ അതിൽ കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ലോൺ എമൗണ്ട് വീണ്ടും കുറയും. ആ ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന് ഞാൻ വിചാരിച്ചു. സോ ദാറ്റ്സ് ഓൾ. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ട് ഇതൊരു റിയാക്ഷനൊന്നുമല്ല, ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും ആ ഒരു വീഡിയോ ഒന്ന് അങ്ങനെ ഒരു എന്താ പറയുക കിട്ടിയിട്ടുള്ളെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഞാനൊരു സോറി പറയണതിൽ. ഞാൻ ബ്ലാക്ക് മണി ഇക്കോസിസ്റ്റത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു സാധാരണക്കാരിയാണ്. ഒരു ലോൺ എടുത്ത് സ്ഥലം വാങ്ങുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് വെച്ചിട്ട് വാങ്ങുള്ളൂ. ലോൺ എടുത്ത് എന്തായാലും വാങ്ങില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് വെച്ച് നിങ്ങൾ ചെയ്യുക. സോ നമ്മൾ മാക്സിമം കറക്റ്റായിട്ടുള്ള എമൗണ്ട് ആധാരത്തിൽ കാണിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ എനിക്കൊരു വോയിസ് മിസ്സായിട്ടുണ്ട്. സോ അത് ആർക്കെങ്കിലും ഒരു മിസ്ഇൻഫോർമേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഐ എം കംപ്ലീറ്റ്ലി സോറി ഫോർ ദാറ്റ്. ഞാനിങ്ങനെ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള കമൻറ്റ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുകയാണ്. എനിക്കതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതിന് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇപ്പോൾ സ്ഥലമില്ലാത്ത ആളുകൾക്ക് സപ്പോസ് അവരുടെ ആർക്കെങ്കിലും ഒരു സ്ഥലം വാങ്ങാനായിട്ട് ഒരു ജോലിയുണ്ട്, അവർക്ക് ഇൻകം ഉണ്ട്, ലോൺ അടയ്ക്കാനുള്ള ഒരു
ഇതുണ്ട്, അവർക്ക് എത്രയും പെട്ടെന്ന് വാങ്ങാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. സോ അത്രേ ഉള്ളൂ. സോറി. താങ്ക് യു.